കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ 4 ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ യാതൊരു ടെസ്റ്റും കൂടാതെ തന്നെ പലർക്കും ഒട്ടുമിക്കവർക്കും തന്നെ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള അതിനുശേഷം ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ 4 ലക്ഷണങ്ങളാണ് ഇത്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരിക. നിങ്ങൾക്ക് കൂടുതലായിട്ട് ചൂട് ശരീരത്തിൽ അനുഭവപ്പെടുക. ഇംപ്ലാന്റേഷൻ കഴിയുന്ന സമയം മുതൽ തന്നെ പലർക്കും പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ ചൂട് വർദ്ധിക്കാറുണ്ട്. നോർമലി നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ മഞ്ഞുകാലമാണെന്ന് പറഞ്ഞാലും ചൂട് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നോർമലാണ്. പക്ഷേ നമ്മളുടെ ശരീരത്തിൽ പെട്ടെന്ന് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുക. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമ്മളൊരു ചൂടുള്ള അവസ്ഥ, ഇനി തൊട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂട് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ടൊരു ആവിപ്പ് നമുക്ക് അനുഭവപ്പെടുക. കിടക്കുന്ന നേരത്താണെങ്കിൽ, ഇപ്പോൾ ജോലികൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രഗ്നൻസിയുടേതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ശരീരത്തിലെ ടെമ്പറേച്ചർ വളരെയധികം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒട്ടുമിക്ക ആളുകൾക്കും ഇത്തരത്തിലുള്ളൊരു വ്യത്യാസം അനുഭവപ്പെടുന്നത് കേട്ടോ. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം പ്രൊജസ്ട്രോൺ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പലർക്കും ഇങ്ങനെ ഹോട്ട് ഫ്ലാഷസ് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവർ പീരിയഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. രണ്ടാമത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പീരിയഡ്സിൻ്റെ പോലുള്ള വേദന അനുഭവപ്പെടുക. പീരിയഡ്സിൻ്റെ പോലുള്ള ഹെവി ആയിട്ടുള്ള വേദനയല്ല, പീരിയഡ്സ് വരുന്ന ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മൈൽഡ് ആയിട്ടുള്ള ഒരു പെയിൻ ഉണ്ടാവുമല്ലോ, ദാറ്റ് സെക്കൻഡ് ഡേ ആകുമ്പോൾ അത് ഗ്രാജുവലി കൂടും. അങ്ങനെയാണല്ലോ വരാറ്. നോർമലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന പീരിയഡ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ആ ബ്ലഡ് വന്ന് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മൈൽഡ് ആയിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടുക. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ആ യൂട്രസ് അതുപോലെ തന്നെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങാറുണ്ട്. ഈ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും, കോൺട്രാക്ഷൻസ് അല്ല, എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേദനയുണ്ടാകും. ഇത് ഏറെക്കുറെ പീരിയഡ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദനയുമായിട്ട് സാമ്യമുള്ളതാണ് ഈ ഒരു വേദന. ഇത് കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. ഈ ഒരു വേദന വന്ന് നിൽക്കുകയും പക്ഷേ ബ്ലീഡിങ് വരാതെ ബ്ലീഡിങ് എവിടെയോ കെട്ടി നിൽക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയുമായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. അത് രണ്ടാമതായിട്ടുണ്ടാകുന്ന ലക്ഷണമാണ്. നിങ്ങൾ പീരിയഡ്സ് ആകുന്ന സമയത്ത് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. കാരണം ആ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെയൊക്കെ പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ട് യൂട്രസിൽ കോൺട്രാക്ഷൻസ് സംഭവിക്കും. ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദനയും അതുപോലെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന വേദനയും ഏറെക്കുറെ സെയിം ആണ്. ഇങ്ങനെയുള്ളൊരു വേദന വരുന്നെന്ന് വിചാരിച്ചിട്ട് ആരും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് കേട്ടോ. അതായത് ഇഞ്ചി വെള്ളം കുടിക്കുക, പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക, അല്ലെങ്കിൽ ചിലരുണ്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നവർ. അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. പീരിയഡ്സ് നോർമലി വരുന്നുണ്ടോ എന്ന് നോക്കുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ, പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയി ഡോക്ടറെ സമീപിക്കുക കേട്ടോ. അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് ഗ്യാസ് കൂടുതലായിട്ട് വരിക. സാധാരണയായിട്ട് ഗ്യാസ് കൂടി നിൽക്കുമ്പോഴേക്കും, തിങ്ങി നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് അനുഭവപ്പെടാറുണ്ട്. വയറിൽ ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥത, വയറിലൊരു കല്ലപ്പ് ഫീൽ ചെയ്യുക. ഈ ഒരു സെൻസേഷൻ പ്രഗ്നൻ്റ് ആകുന്ന പലർക്കും ഉണ്ടാകുന്ന ഒന്നാണ്. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുക. കെട്ടി നിൽക്കുന്ന ഗ്യാസ് നമുക്ക് ഏതെങ്കിലും വഴിക്ക് അത് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് മേപ്പോട്ട് കൂടിയോ, അതായത് മേളിൽ കൂടി നിങ്ങൾ ഗ്യാസ് ആയിട്ട് വായിക്കൂടി വിടുന്നതോ അല്ലെങ്കിൽ കീഴ്വായു ആയിട്ടോ പലർക്കും ഗ്യാസ് ഫോം ചെയ്തിട്ട് പോകാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ള ഇട നിങ്ങൾ വരുത്താതിരിക്കുക. നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ട് തുടങ്ങുക. ഒരുപാട് ചാടിയോട് നടക്കാനല്ല കേട്ടോ പറഞ്ഞത്. ചെറുതായിട്ട് നിങ്ങൾ വാക്കിംഗ് ചെയ്യുക, അത് പാട്ട് കേട്ടൊക്കെ നിങ്ങൾ നടക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ ശരീരം ഒന്ന് ആക്റ്റീവ് ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഗ്യാസ് ഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണവും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾ കഴിക്കുക. വയറ് കാലിയാകാനായിട്ട് ഇട കൊടുക്കാതിരിക്കുക. ഒറ്റയടിക്ക് നിങ്ങൾ കഴിക്കൂ എന്നുള്ള വാശി പിടിക്കാതിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചേ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവില്ലേ, അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. മീൽസ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. 8 മണിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ 8 മണിക്ക് കഴിക്കുക, 10 മണിക്ക് കഴിക്കുക, 12 മണിക്ക് കഴിക്കുക. അങ്ങനെ നിങ്ങൾ ആ ഒരു കൗണ്ട് കൂട്ടി കൊണ്ടുവരിക. കാരണം ഒറ്റയടിക്ക് നിങ്ങളിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹനത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ ഒറ്റയടിക്ക് നിങ്ങൾ കഴിക്കുമ്പോഴേക്കും ഡൈജഷൻ സ്ലോ ആകുന്നതുകൊണ്ട് ഗ്യാസ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യതകളും അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് മീൽസ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. ധാരാളം നിങ്ങൾ വെള്ളം കുടിക്കുക. ഫിസിക്കലി നിങ്ങൾ ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ആ ഒരു സമയത്ത് ഗ്യാസ് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തിട്ട്
സ്റ്റെപ്പ് കയറി ഇറങ്ങുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. മൈൽഡായിട്ട് നിങ്ങൾ വാക്കിംഗ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുക. ഒരുപാട് പേരുണ്ട് ഗ്യാസ് കൂടുതലായിട്ട് തിങ്ങി നിൽക്കുമ്പോഴേക്കും സോഡ മേടിച്ചിട്ട് കുടിക്കുന്നവരെ, അല്ലെങ്കിൽ ജലൂസിലിൻ്റെ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വേറെ ഏതെങ്കിലും ടാബ്ലറ്റ് എടുക്കുന്നവരുണ്ട്. പ്രഗ്നൻസി സമയത്ത് ഒരു മെഡിസിനും നിങ്ങൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ എടുക്കാനായിട്ട് പാടില്ല. മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡയറക്റ്റ് മേടിച്ച് കഴിക്കാനും നിങ്ങൾ പാടില്ല. കാരണം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് നിങ്ങളെ പരിശോധിക്കുന്ന ഗൈനക്കോളജിസ്റ്റിന് മാത്രമേ അറിയുകയുള്ളൂ. അതുമാത്രമല്ല, ഗൈനക്കോളജിസ്റ്റിനെ അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓവുലേഷൻ സമയമായിക്കോട്ടെ, നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സമയമായിക്കോട്ടെ, ആ ഡോക്ടറോട് നിങ്ങൾ കൃത്യമായിട്ട് പറയണം നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെന്നും ഇത് നിങ്ങളുടെ ഓവുലേഷൻ സമയമാണെന്നും. അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ട സിറ്റുവേഷൻ വരികയോ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ട സിറ്റുവേഷൻ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾ ഡോക്ടറോട് പറയണം പ്രഗ്നൻസി ഞാൻ നോക്കുന്നുണ്ട്, ഇതെൻ്റെ ആ ഒരു ടൈമാണെന്ന്. അതല്ലാതെ നിങ്ങൾ ചാനലിൽ വന്നിട്ട് ചേച്ചി ഇത് കഴിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന്. അത് നിങ്ങളെ പരിശോധിക്കുന്ന ഡോക്ടറോട് തന്നെ കൃത്യമായിട്ട് സംസാരിക്കുക കേട്ടോ. അടുത്ത 4ാമത് ഒരുപാട് പേർക്കുണ്ടായിട്ടുള്ള ലക്ഷണമാണ് തേഴ്സ്റ്റി, അതായത് അമിതമായിട്ടുള്ള ദാഹം. എന്തു കുടിച്ചാലും ദാഹം കെടാത്തൊരവസ്ഥ. എത്രമാത്രം വെള്ളം കുടിച്ചാലും ദാഹം പൂർണ്ണമായിട്ട് അങ്ങോട്ട് ശമിക്കാത്തൊരു സിറ്റുവേഷൻ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് നമ്മളുടെ ശരീരത്തിൽ വേണം. കാരണം കുഞ്ഞിനെ നറിഷ് ചെയ്യുന്നതിനും നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കണമെങ്കിലും നമ്മൾ ഒരുപാട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. നോർമലി നിങ്ങൾ എത്രത്തോളം വെള്ളമാണോ കുടിക്കുന്നത് അതിനേക്കാളും ഇരട്ടി വെള്ളം പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളം ധാരാളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് ടയേർഡ്നെസ് ഉണ്ടാകുന്നതും ക്ഷീണം ഉണ്ടാകുന്നതും ഒക്കെ വളരെയധികം കുറവായിരിക്കും. ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അതിനേക്കാളും നിങ്ങൾ കൂടുതലായിട്ട് കുടിക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വരെ നിങ്ങൾ ഈ കാര്യങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒരു വെള്ളം കുപ്പി എടുത്തിട്ട് നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ അത് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ഓർത്തോളും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. തേഴ്സ്റ്റി അതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ധാരാളം വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തേഴ്സ്റ്റി അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്നവർക്ക് രാത്രി ആകുമ്പോഴേക്കും ഉറക്കം ചിലപ്പോൾ കൂടുതലായിട്ട് കിട്ടില്ല. കാരണം നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് പലർക്കും ശരീരത്തിൽ ചൂടുണ്ടാകും, ചിലർക്ക് സ്ട്രെസ് ഉണ്ടാകും. കാരണം പ്രഗ്നൻസി ആകുമോ എന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുന്നതായിരിക്കില്ല. നമ്മളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി ഉറക്കം കിട്ടാതെ വന്നാലും നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര ദാഹവും അസ്വസ്ഥതകളും ഒക്കെ ആയിരിക്കും കേട്ടോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ഉറക്കം ക്രമീകരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഈ 4 ലക്ഷണങ്ങളാണ് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നിങ്ങളെ ശരീരം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റി വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോസ് കേൾക്കുക, അത് അതുപോലെ തന്നെ അങ്ങോട്ട് വിടുക. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ശരീരം മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്കും PCOD ഉള്ളവർക്കും ചെറിയ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പീരിയഡ്സിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പലരും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒട്ടുമിക്ക ആളുകളും ഡോക്ടേഴ്സ് ഇതിനു മുമ്പ് പീരിയഡ്സ് റെഗുലർ ആക്കാൻ കൊടുത്തിട്ടുള്ള മെഡിസിൻസ് എടുത്ത് കഴിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് സ്ട്രെസ്ഡ് ആകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.